ചില വാർത്തകളുടെ ദുരൂഹത നീക്കുക എന്നത് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും പ്രചരിക്കുന്ന ചില വാർത്തകൾ സത്യസന്ധമാകണമെന്നില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ കുപ്രചരണങ്ങൾ ഏറെ നടക്കുന്ന കാലമാണ്. വസ്തുതയേക്കാൾ അവാസ്തവങ്ങൾ പ്രചരിക്കുന്ന കാലം. ആ അവാസ്തവങ്ങളിലൊന്ന് ഇന്ന് റിപ്പോർട്ടർ പൊളിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ലവ് ജിഹാദ് എന്നായിരുന്നു BJP അനുകൂല വ്യക്തികളും അനുകൂല പ്രൊഫൈലുകളും നടത്തിയ പ്രചരണം. അത് ലവ് ജിഹാദ് അല്ല. ലവ് ജിഹാദ് എന്ന BJP വാദം പൊളിച്ചിരിക്കുകയാണ് പോലീസിന്റെ കുറ്റപത്രം. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിന് തെളിവില്ലെന്നാണ് കണ്ടെത്തൽ. ബന്ധത്തിൽ നിന്ന് ആൺ സുഹൃത്ത് പിന്മാറിയതിലെ നിരാശയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കുറ്റപത്രം. എന്നാൽ പെൺകുട്ടി ലവ് ജിഹാദിന്റെ ഇരയായിരുന്നു എന്നാണ് BJPയുടെ വാദം. NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു. ആൺ സുഹൃത്തായ റമീസാണ് കേസിലെ 1-ാം പ്രതി. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ശരണോട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. കോതമംഗലത്തെ കൊലപാതകത്തിൽ ലവ് ജിഹാദും ഇല്ല, അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു സാധ്യതയില്ല എന്നതിലേക്കാണ് ഇപ്പോൾ കുറ്റപത്രം വിരൽ ചൂണ്ടുന്നത്. ഈ റമീസ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിലെ വിഷമം കാരണമാണ് ജീവൻ ഒടുക്കിയത് എന്നാണോ ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്? അപ്പോൾ ലവ് ജിഹാദ് എന്ന പ്രചരണത്തെ പൂർണ്ണമായിട്ടും പൊളിക്കുകയല്ലേ പോലീസിന്റെ കുറ്റപത്രം? ഗുഡ് മോർണിംഗ് ശരൺ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും BJPയുടെ ആ വാദം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ് പോലീസിന്റെ ഈ കുറ്റപത്രത്തിലൂടെ. അതായത് നേരത്തെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം BJP മുന്നോട്ട് വച്ചിരുന്നത്. അതായത് ലവ് ജിഹാദ് ആണ് പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ഇതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അതിനായിട്ട് NIA വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം പരാതി നൽകുകയെല്ലാം ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ ഈ സംഭവത്തിന് പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നതാണ്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലാണ് SIT രൂപീകരിച്ചിരുന്നത്. ആ SIT അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിന് തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയും ആൺസുഹൃത്തായ റമീസും തമ്മിൽ ദീർഘകാലമായ ബന്ധത്തിലായിരുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഈ പെൺകുട്ടി ഒഴിവാക്കാൻ, അതായത് ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിക്കുന്നു. ആ പിന്മാറാൻ ശ്രമിച്ചതിലെ ആ നിരാശയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് കൃത്യമായി തന്നെ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തായാലും കേസിൽ 4 പ്രതികളാണുള്ളത്. ഇതിൽ 1-ാം പ്രതിയാണ് റമീസ്. റമീസിനെതിരെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒന്ന്, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ്. ഇതിന് പുറമെ ദേഹോത്തരം ഏൽപ്പിക്കൽ, ഒപ്പം ആത്മഹത്യാ പ്രേരണക്കുറ്റം. ഇതിൽ ആ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് കൃത്യമായ തെളിവുകൾ ആ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് റമീസിന്റെ മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതിന് കാരണം റമീസ് അത്തരത്തിൽ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് ഒപ്പം നിന്നു, കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കളെയും പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും കേസിൽ 55 സാക്ഷികളുമായിട്ടുള്ള കുറ്റപത്രമാണ് ഉടൻ കോടതികൾ സമർപ്പിക്കുക. താങ്ക് യു ശരൺ. കേരളത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തിയതാണ്. വീണ്ടും ലവ് ജിഹാദ് വിവാദം ഉയരാനിടയായതാണ് കോതമംഗലത്തെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിൽ ലവ് ജിഹാദും ഇല്ല, നർക്കോട്ടിക് ജിഹാദും ഇല്ല, മറ്റു തരത്തിലുള്ള ഒരു സാന്നിധ്യവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങിയേക്കും. എന്നാലും അക്ബർ ഇപ്പക്കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ അക്ബർ വിവാഹം കഴിക്കുന്ന സമയത്ത് അന്ന് വിവാഹം കഴിച്ച റാണിയെക്കുറിച്ച് ഇന്ന് നാട്ടുകാരെ പ്രചരിപ്പിക്കാൻ പോകുന്നതായിരിക്കും ലവ് ജിഹാദാണ് അക്ബർ ചെയ്തത് എന്നായിരിക്കും പറയുക. പ്രണയത്തിന് ആ അർത്ഥത്തിൽ മതമോ ജാതിയോ അതിർവരമ്പുകളോ നിശ്ചയിക്കാൻ പാടുണ്ടോ? തിരുനെല്ലൂർ കരുണാകരൻ പറയുന്നത് പോലെ പ്രണയം ധീരമാണ്, അത് വിപ്ലവമാണ്. അത് 2 മതത്തിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി അതിന് റിസ്ക്കും എലമെന്റും കൂടും, പക്ഷെ അതിന് സൗന്ദര്യവും കൂടും. അതിനെ ജിഹാദ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ ഒരു ലവ് ജിഹാദും പ്രണയവുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്, കോടതിയും അത് അംഗീകരിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ ഒരു രാഷ്ട്രീയ സാധ്യത കാണാൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ പറഞ്ഞത്. സമാധാനത്തോടെ ജീവിച്ചോട്ടെ സാർ നമ്മുടെ നാട്. പ്രിയമുള്ളവരെ, സമയം